നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാര്യങ്ങളെല്ലാം റെഡിയല്ലേ? എല്ലാം പറഞ്ഞതുപോലെ. എവിടുന്നോ കേറി വന്ന ഒരുത്തിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. ഇവർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇത് കുളമാക്കിയേ മതിയാകൂ. പറഞ്ഞ ആളുകളൊക്കെ എത്തിയിട്ടില്ലേ? എല്ലാം പറഞ്ഞതുപോലെ തന്നെ. നമുക്കിത് കുളമാക്കി കൈ കൊടുക്കാം. കാര്യങ്ങളെല്ലാം നമ്മുടെ പദ്ധതി അനുസരിച്ച് തന്നെ നടക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നമ്മളെ ക്ഷണിച്ചിട്ടില്ല, പിന്നെ എന്തിനാ അവരിങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നേന്നാ എനിക്ക് മനസ്സിലാവാത്തെ. നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സാണ് അവരെങ്കിലും ഇപ്പോ അവർ നമ്മുടെ ബദ്ധശത്രുക്കളായി മാറിക്കഴിഞ്ഞു. ശത്രുക്കൾ വരുന്നത് നമ്മളോട് ആത്മാർത്ഥതയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ, അവർ ശത്രുത തീർക്കാനാണ് വരുന്നത്. നോക്കാം നമുക്ക് എവിടെ വരെ ഈ പോര് നീളുമെന്ന്. ആനന്ദവർമ്മ ക്ഷത്രിയനൊക്കെയാണ്, പക്ഷേ യുദ്ധം എനിക്കൊരു ഹരമൊന്നുമല്ല. അനിവാര്യമായ യുദ്ധമാണെങ്കിൽ ധൈര്യമായി നേരിടും. അത് ജയിക്കാനായിരിക്കും. മകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മയെന്ന നിലയ്ക്ക് എന്റെ വസുവിന് അന്നൊരു വാക്കുപിഴ പറ്റി. അതൊരു മഹാദുരന്തമായി മാറുമെന്നൊന്നും കരുതിയല്ല വസു അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് അവരുടെ മകളുടെ മരണത്തിൽ ചെന്ന് അവസാനിച്ചു. നമ്മൾ കൊന്നതൊന്നുമല്ലല്ലോ. അതിന് പല പ്രാവശ്യം ഞാൻ ജഗനോടും മായോടും മാപ്പ് ചോദിച്ചും കഴിഞ്ഞു. ഇനിയും പ്രതികാരം കൊണ്ട് വന്നാൽ അതപ്പോ നോക്കാം. ആ വർമ്മേ, ഈ ഫുഡൊക്കെ എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നേ? അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പച്ചി. ആ ബൊഫേ ആണാ? അതൊക്കെ മൈക്കിൾ നോക്കിക്കോളൂ. ആ ഓ ഓ എവിടെ നോക്കിയാ നടക്കുന്നേ? ഞങ്ങളിവിടെ വന്നു കയറിയപ്പോൾ ഉണ്ടായ പൊരിച്ചിരികൾക്കിടയ്ക്ക് വർമ്മയോട് ശരിക്കും ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല. ഓ അല്ലേ മായ? അഖിൽ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് കമ്പനിക്ക് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. ഡാർക്ക് ബ്ലൂ ഓർഗാനിക് എന്നല്ലേ? അതെ, അങ്ങനെയാ കമ്പനിയുടെ പേര്. അതെന്താ അങ്ങനെ ഒരു പേര്? അങ്ങനെ ഒരു പേരിടണമെന്ന് എനിക്ക് തോന്നി. എന്റെ കമ്പനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന പേരിൽ ഇടാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.